ഈ ലോകത്ത് എല്ലാവർക്കും പറയാൻ ആഗ്രഹമുള്ള, ഒട്ടുമിക്ക എല്ലാവർക്കും പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഉപദേശം. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ എൻ്റെ സുഹൃത്തുക്കളായ കോക്കോയും ഡിൻസിയും പറഞ്ഞിട്ടാണ് ഞാൻ മദ്യപാനിയുടെ രീതിയിൽ അഭിനയിച്ചത്. എന്നിട്ടെന്തായി? അവർ പറഞ്ഞ എങ്ങനെ അത് വൈറലാവും, ചേനയാവും, മാങ്ങയാകും, മാങ്ങാത്തൊലിയാവും, ഒന്നും ആയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? ഇതൊരു ഉപദേശമൊന്നുമല്ല കേട്ടോ. A+B=C+D. ഇത് നിങ്ങൾക്ക് വെറും ഒരു A+B ആയിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. എന്നാൽ അങ്ങനെയല്ല. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. തനിച്ചാണല്ലോ. ഓ അഡിൻസിയെ കോക്കയം കൊണ്ട് ഷെയർ റിമൂവ് ചെയ്യാൻ പോയിരിക്കുന്നത്. ക്ഷമിക്കണേ മഹാസു, ഹെയർ ആണേ. ബ്യൂട്ടി പാർലറിൽ മുടി റിമൂവ് ചെയ്യാൻ കൊണ്ടുപോയിരിക്കുന്നു കോക്കോയെ. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടേ. ചാനലില് പുതിയ നോവൽ എഴുതാരോ പറഞ്ഞിട്ടുണ്ടേ. അവിടുന്ന് എന്നെ കൈവിടരുതേ. തമാശയല്ലേ? ശരിക്കും ഞാൻ വലിയ വലിയ ഡയലോഗുകളൊക്കെ ചാനലിൽ വെച്ച് തള്ളിയിട്ടുള്ളത്. കൈവിടരുതേ മഹാസു, കൈവിടരുതേ. എന്താണ് പുതിയ ചാനലിന്റെ പേര്? ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ. പകുതി വെന്ത കഥകൾ. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണേ മഹാസു. തെറ്റാണെങ്കിൽ പൊറുക്കണേ മഹാസു. തലകീഴാമ്പാടി കിണറെന്ന നോവലിലെ കഥയൊന്ന് ചുരുക്കി പറഞ്ഞിരുന്നെങ്കിൽ. ചോദിച്ചത് തെറ്റാണെങ്കിൽ പൊറുക്കണേ മഹാസു, പൊറുക്കണേ. പ്രശസ്ത മഹാകവി ഉളന്നൂട് ചന്തുവിന്റെ കവിത വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉപദേശ കുത്തൊഴുക്ക് കവിതയുടെ റിവ്യൂ കട്ടയ്ക്ക് പറഞ്ഞിട്ടാണ്, നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉപദേശ കുത്തൊഴുക്കുകൾ പങ്കിട്ടെടുത്തൊരു ജീവനാണിത്, എങ്കിലും ഓർക്കുക, ഓർക്കുക. ആദ്യം ഈ വരി എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോയിലിടാ പുല്ലുകളെ, നീയെല്ലാം കൂടെ വലിച്ചു കീറി എന്നെ ഈ പരുവത്തിലാക്കിയില്ലേ എന്ന രീതിയിലായിരുന്നു. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിതെന്ന്, എങ്കിലും ഓർക്കുക. ഈ മഹത്തായ വരിയിലേക്ക് എത്തുന്നത് ആദ്യം പോയിലിടാ പുല്ലുകളെ എന്നിൽ നിന്നായിരുന്നു. മനസ്സിലാക്കുക. ഇനി ഏത് കവിയായാലും ഏത് എഴുത്തുകാരനായാലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ വരികളെക്കുറിച്ച് എഴുത്താളുകൾ നേരിട്ട് കേൾക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വേവാത്ത അരി പോലെ ആവും, പച്ച അരി. അതേസമയം ഇപ്പോൾ ലൈവിൽ ഞാൻ എഴുത്താളുകളോട് സംസാരിക്കുന്നില്ല, ഇതുപോലെ എൻ്റെ കവിതയെക്കുറിച്ചും നോവലിനെക്കുറിച്ചും ഒക്കെ എഴുത്താളുകൾക്ക് കേൾക്കാൻ പറ്റും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് കവി അതിലൂടെ പറയാൻ പോകുന്നത്. അത് പാകത്തിനായ അരി പോലെ ചോറായി മാറും. അരിയല്ല, ചോറായി മാറും. അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് മനുഷ്യന് ഉപയോഗം ഉണ്ടാകും. അതാണ്. അങ്ങനെയാണ് പോയിലിടാ പുല്ലുകളെ എന്നെഴുതിയ സാധാരണ വഴി മഹത്തായ ഉപദേശ കുത്തൊഴുക്കുകൾ പങ്കിട്ടെടുത്തൊരു ജീവനാണിത്, എങ്കിലും ഓർക്കുക, ഓർക്കുക. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിതെങ്കിലും ഓർക്കുക എന്ന ഞാൻ എഴുതിയ വരിയിലേക്ക് എത്തുന്നത്. ഓക്കെ. ഉപദേശ കുത്തൊഴുക്കുകൾ കുത്തിക്കീറി പങ്കിട്ടെടുത്തൊരു ജീവനാണിതെങ്കിലും ഓർക്കുക എന്ന മഹത്തായ വരിയായി മാറിയത്. ഹായ് എഴുത്താളുകളെ, ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷനിലേക്ക് എല്ലാ എഴുത്താളുകൾക്കും
സ്വാഗതം. സ്വാഗതം. പണ്ടൊരു കവിയുടെ കാലിൽ തൂങ്ങിയ കാലൻ പോലും വിറച്ചിരുന്നു. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു കാലം. വാളൂരുന്നൊരു കാലം. പണ്ടൊരു കവിയുടെ കാലിൽ തൂങ്ങാൻ കാലൻ പോലും വിറച്ചിരുന്നു. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു കാലം. ഇന്നൊരു കവിയെ തള്ളിപ്പറയാൻ വാളൂരുന്നൊരു കാലം. ശരിയാണ്. കവികൾ ഈ ലോകത്തെ വിറപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പുച്ഛിക്കുക വളരെ എളുപ്പമാണ്. വാളൂരുന്നൊരു ലോകം. പുളിപ്പുള്ള ഒരു പച്ചമാങ്ങ വെയിലിൻ്റെ ചില്ലയിൽ നിന്ന് കടിക്കുന്നത് പോലെ കവിതയെ തള്ളിപ്പറയുകയല്ല, മറിച്ച് അംഗീകരിക്കുകയാണ് വേണ്ടത്. അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അർഹതപ്പെട്ടവർക്ക് അവാർഡ് നൽകുക. ഒരു പഴുത്ത മാങ്ങ കുളിരുള്ള തണലത്തിരുന്ന് കഴിക്കുന്നത് പോലെ മധുരം, സ്നേഹം, ആരോഗ്യം നിറഞ്ഞൊരു അനുഭവമായി തീരണം. ഇതെല്ലാം തലകീഴാമ്പാൾ ഒരു കിണറെന്ന നോവലിലെ നിമിഷ കവിയുടെ തോന്നലുകളാണ്. പ്രശസ്ത മഹാകവി ഊളൻമൂട് ചന്തുവിൻ്റെ തോന്നലുകൾ. അങ്ങനെയുള്ള തോന്നലുകളിൽ നിന്നാണ് പലപ്പോഴും വലിയ വലിയ വരികൾ ഉടലെടുക്കുന്നത്. കാതുകൾ ചെകിളകൾ കുത്തിക്കീറാൻ ഒരു പനയോലത്തുണ്ട്. മാപ്പുകൾ തേടി കുത്തിൻ മുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും. കാതുകൾ ചെകിളകൾ കുത്തിക്കീറാൻ ഒരു പനയോലത്തുണ്ട്. കാതുകൾ ചെകിളകൾ കുത്തിക്കീറാൻ ഒരു പനയോലത്തുണ്ട്. മാപ്പുകൾ തേടി കുത്തിൻ മുകളിൽ ജനകോടികളുടെ തള്ളും തിരക്കും, തള്ളും തിരക്കും. പനയോല മരത്തിൻ്റെ ഉയരം പല അവശബ്ദങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇവിടെ ചെകിളകൾ ചൂണ്ടയിൽ കുരുങ്ങിയ മീനിൻ്റെ പ്രതിബിംബമാണ്. എങ്കിലും മാപ്പുകൾ തേടി കുന്നിൻ മുകളിലേക്ക് അവർ സെൽഫി എടുക്കാനല്ല തിക്കും തിരക്കും കൂട്ടുന്നത്. പിന്നെയോ തലകീഴാമ്പാട് ഒരു കിണറെന്ന നോവലിൻ്റെ കഥാപാത്രങ്ങളെ തിരയുകയാണ് അവർ തിരയുകയാണ്. കവി ആരാണ്? കവി സത്യം പറയുന്നവനല്ല. കവി കള്ളം പറയുന്നവനും അല്ല. പിന്നെ കവി ഫിലോസഫറാണ്. കവി ആരാണ്? തലകീഴാമ്പാട് ഒരു കിണറെന്ന നോവലിലെ നിമിഷ കവി, പ്രശസ്ത മഹാകവി ഊളൻമൂട് ചന്തു ആരാണ്? ഉപദേശക്കുത്തൊഴുക്കുകൾ കവിത കേട്ട് പലരും ചിരിക്കുകയുണ്ടായി. ജപ്പാൻ കവി ഭാഷയുടെ ഹൈക്കു കവിതകളിൽ പോലും ഒരു ചിരി ഒളിഞ്ഞിരിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് പോലുള്ള കഥകളിൽ കാണുന്ന പോലെ ചിരി. ജീവിതത്തിൻ്റെ പരിഹാസങ്ങളെ കവിത പോലെ ചിത്രീകരിക്കുന്നു, ചിരിക്കുന്നു. ചിരി കവിതയെ സൃഷ്ടിക്കുന്നു. കാരണം അത് വികാരത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. അതാണ് കവിത. 1990കളിൽ രചിക്കപ്പെട്ട വയലാർ രാമവർമ്മയുടെ അശ്വമേധം. അശ്വമേധം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരാൻ സാധ്യതയുള്ള ഏറ്റവും ആദ്യത്തെ കവിത അശ്വമേധം. ഭാഷയുടെ ഒരു രാസവാക്യത്തിൻ്റെ ഭാഷ ഒളിഞ്ഞിരിക്കുന്നത്. A+B C+D. ഇത് നിങ്ങൾക്ക് വെറും ഒരു A+B ആയിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. എന്നാൽ അങ്ങനെയല്ല. ഇത് ഒരു രാസവാക്യമാണ്. A+B C+D. ചെവിയില്ലാ കുന്നിലെ തലയില്ലാ അശ്വമേധം പറക്കുന്നു പായുന്നു ഉപദേശക്കെട്ട് കഥകളുമായി. ഈ വരികൾ സംസാരിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചല്ല. അല്ല, ഭൂമിക്ക് വെളിയിലുള്ള ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്നും പോയ പേടകങ്ങൾ തുരുമ്പെടുത്ത് ഏകാന്തത അനുഭവിക്കുന്നു. കാമുകൻ, കാമുകി, ഭാര്യ, ഭർത്താവ്, ഫ്രണ്ട് തുടങ്ങിയ നിരപ്പായ കാര്യങ്ങളിൽ കവികൾ ചുറ്റിപ്പറ്റി കവിത എഴുതുന്ന ഈ സമയത്ത് പ്രശസ്ത മഹാകവി ഊളൻമൂട് ചന്തു ആകാശത്തിനപ്പുറമുള്ള ലോകത്തെ ഏകാന്തത അനുഭവിക്കുന്ന പേടകങ്ങളെക്കുറിച്ച് കവിത എഴുതുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞങ്ങൾ എഴുത്താളുകൾ ചിന്തിക്കുന്നത്. ചിരിക്കുക, ഈ വരികൾ വികാരമല്ല, സയൻസാണ്. ഗ്രാവിറ്റി നമ്മെ ഭൂമിയിലേക്ക് കെട്ടിപ്പിടിക്കുമ്പോൾ കവിത നമ്മെ ഫ്രീ ഫോളാക്കി ബ്ലാക്ക് ഹോളിൻ്റെ അനന്തതയിലേക്ക്, ആകാശമുത്തത്തിലേക്ക് അങ്ങനെ ആകർഷിക്കുന്നു. അറിയാനില്ലിവിടാരും ഒരു മഹാകവിയുടെ പ്രതിഭാസങ്ങളെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിശദീകരണം വേണ്ട എന്ന് തോന്നുന്ന വരികളാണ്. മനസ്സിലായില്ലേ? എഴുത്താളുകളെ,
നിങ്ങൾ എന്നെ പിന്തുടരുക. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ ട്യൂട്ടോറിയൽ വീഡിയോ സ്ഥിരമായി കാണുക. എഴുത്താളുകളുടെ ജീവിതം സമ്പൂർണ്ണമാക്കാനും അതിലൂടെ സന്തോഷത്തെ പുനർജനിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ ഞാൻ എഴുത്താളുകളെ പഠിപ്പിക്കുന്നത്. മൗനത്തിൻ്റെ നെല്ലിപ്പലകയിൽ മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയാതാകുമ്പോൾ ഇനിയും ഒരു ഉപദേശ പെരുമഴ പെയ്യാതെ. ഉൽക്കകൾ മനുഷ്യ മനസ്സിൻ്റെ തീരാത്ത മോഹങ്ങളുടെ പ്രോബ്ലംസിൻ്റെ പ്രതിബിംബമാണ്. അങ്ങനെ അത്യാഗ്രഹത്തിൻ്റെ കണ്ണുകെട്ടി ഇരുട്ടിൽ വട്ടം ചുറ്റുകയാണ് മനുഷ്യ മനസ്സുകൾ. ഇവിടെ കവി പറയുന്നു, മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയാതാകുമ്പോൾ, മൗനത്തിൻ്റെ നെല്ലിപ്പലകയിൽ മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയാതാകുമ്പോൾ, മൗനത്തിൻ്റെ നെല്ലിപ്പലകയിൽ മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയുമ്പോൾ, മൗനത്തിൻ്റെ നെല്ലിപ്പലകയിൽ മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയുമ്പോൾ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിയാതാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകും. നമ്മൾ മുൻപ് അയച്ചിരിക്കുന്ന പേടകങ്ങളില്ലേ, അവയെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ മനുഷ്യായുസിൻ്റെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു. എത്ര സുന്ദരമാണ് സ്വപ്നമാണ്, എത്ര സുന്ദരമായ സ്വപ്നമാണ് അല്ലേ? അങ്ങനെ മനുഷ്യായുസിൻ്റെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു. എത്ര സുന്ദരമായ സ്വപ്നമാണ് കവിയുടെ. അതാണ് തലകീഴാമ്പാടൊരു കിണറെന്ന നോവലിൻ്റെ നിമിഷകവി ഊളൻമൂട് ചന്തുവിൻ്റെ സ്വപ്നം. കവിയുടെ തോന്നലുകളും സ്വപ്നങ്ങളുമാണ് എന്നും കവിതയാകുന്നത്. അതിൽ ശാസ്ത്രത്തിൻ്റെയും ആറ്റത്തിൻ്റെയും അംശങ്ങൾ കൂടി ചേരുമ്പോൾ ഇതുപോലെ വിശ്വവിഖ്യാതമായ കവിതകൾ ജന്മം കൊള്ളുന്നു. മൗനത്തിൻ്റെ നെല്ലിപ്പലകയിൽ മനസ്സിൻ്റെ ചിഹ്നങ്ങൾ തെളിയാതാകുമ്പോൾ ഇനിയും ഒരു ഉപദേശ പെരുമഴ പെയ്യാതെ. മകാസു അനുഗ്രഹിക്കണമേ, മകാസു അനുഗ്രഹിക്കണമേ, മകാസു. പിന്നെ നോവലിലെ അടുത്ത കഥാപാത്രം മെയിൽ വേണോ ഫീമെയിൽ വേണോ? ആദ്യം നിമിഷകവി ആയിരുന്നല്ലോ, ഇനി അടുത്തത് ഒരു ഫീമെയിൽ ആകാം.